ഇടുക്കി ജില്ലയിലെ പൈനാവ് മന്ത്രവാദിപ്പാറ എന്ന പേരുള്ള ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്നാലാണ് നമുക്ക് ഇതുപോലെ ചെറുതോണി അണക്കെട്ടും ആർച്ച് ഡാമും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുക. അപ്പൊ എങ്ങനെയാണ് വഴി തെറ്റാതെ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. പൈനാവിൽ എത്തിയതിനു ശേഷം അമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ എന്ന് മാപ്പിടുക. അപ്പൊ ഇവിടെ വരെ എത്തണ്ട, അങ്ങനെ മാപ്പിട്ടിട്ട് വരിക. അങ്ങനെ മാപ്പിട്ട് വരുമ്പോൾ വലത്ത് സൈഡിൽ ഇതുപോലെ ഒരു പഴയ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ മരങ്ങളൊക്കെ കൂടിയിട്ട്. അപ്പൊ അമൽ ജ്യോതി വരെ എത്തുന്നില്ല, അതിനു മുമ്പാണ്, ഒരു വളവിലാണ്. ആ കെട്ടിടം എത്തുന്നതിന് മുമ്പായിട്ട് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ടവറും ഉണ്ട്. അപ്പൊ ആ കെട്ടിടത്തിന്റെയും ടവറിന്റെയും ഇടയിലൂടെ ഒരു ചെറിയ നടവഴി കിടപ്പുണ്ട്. അതിലെ നമുക്ക് മേലോട്ട് കയറി പോകണം. നടവഴി കയറി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ നടവഴി വലത്തോട്ട് ഒരു കയറ്റത്തിലോട്ടുണ്ട്, അങ്ങോട്ടേക്ക് കയറണം. അപ്പൊ നമ്മൾ ആ ടവറിന്റെ അടുത്തോട്ടാണ് ചെല്ലുക. ആ ടവറിന്റെ അവിടുന്ന് ഇടത്തോട്ട് കയറി പോകണം. ഒരു കാരണവശാലും ടവറിന്റെ മുകളിലോട്ട്, അതായത് ടവറിന്റെ അവിടുന്ന് മുകളിലോട്ട് കയറി പോകരുത്. ഇടത്തോട്ട് ഒരു ചെറിയ ഇടവഴിയുണ്ട്, അത് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആ ഇടവഴി പോവുക. ആ ഇടവഴി ഒരു 2-3 കിലോമീറ്റർ പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് എത്തിയേക്കുവാണ്. ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് ചെറുതോണി അണക്കെട്ടാണ് ഫസ്റ്റ് കാണുന്നത്. ആ ഡാമിന്റെ മുൻപിൽ, ചെറുതോണി അണക്കെട്ടിന്റെ മുൻപിൽ കാണുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജാണ്. ആ ചെറുതോണി അണക്കെട്ടിന്റെ പുറകിൽ കാണുന്നത്, ആ സൈഡിലായിട്ട് കാണുന്നത് ആർച്ച് ഡാമാണ്. കുറുത്തി മലകളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആർച്ച് ഡാം പടന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഷട്ടറും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടെ ഈ ചെറുതോണിയുടെ ഷട്ടറാണ് നമ്മൾ തുറക്കുന്നത്.